ഏയ്, നീ എന്താ ഇവിടെ? നന്നായിട്ട് അഭിനയിക്കുമെന്ന് മനസ്സിലായി. നീ എന്താ ഇവിടെ ചെയ്യുന്ന? ഫ്രണ്ടിന് ഒരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു, അതാ അവന്റെ ഒപ്പം വന്നത്. ഏത് ഫ്രണ്ട്? എടാ അളിയാ, മച്ചു, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്. ഇത് കാർത്തിക, എന്റെ ഫ്രണ്ട്. എടാ ദ്രോഹി, ഇതിനാണ് എന്നെ തിരിച്ചെന്തൂർ വിളിച്ചോണ്ടെന്ന്? ഇതാണ് നിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്? കാർത്തികേ, ആരാണ് ഇവരൊക്കെ? അമ്മേ, ഇതെന്റെ ഫ്രണ്ടാണ്, ചാർലസ്. ഓ, നിന്റെ കോളേജ് ഫ്രണ്ട്. നിങ്ങളെപ്പറ്റി എപ്പോഴും ഇവള് പറയാറുണ്ട്. ആട്ടെ, ഇപ്പൊ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ചെന്നൈയില്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ചെന്നൈ സൂപ്പർ കിങ്സില്. ഓ, ലാസ്റ്റ് ബോളില് 6 അടിച്ചില്ലേ? അയാളല്ലേ നിങ്ങള്? പക്ഷെ ടിവിയില് കണ്ടപ്പോ കറുത്തിട്ടായിരുന്നല്ലോ. ആന്റി, അത് ബ്രാവോ, വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ. ഇവ ഇപ്പോഴാണ് ചേരാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? സാരമില്ല, വേഗം നിങ്ങളും ചേരും. താങ്ക്സ്. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാ താമസിക്കുന്നത്. വരൂ. ഇല്ല ആന്റി, ഒരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയേ പറ്റൂ. ഇവള് ഇന്ന് തന്നെ പുറപ്പെടുന്നത്. മോൾ എങ്ങനെയാ പോകുന്നേ? ബസ്സിലമ്മേ. അപ്പൊ നിങ്ങളോ? അപ്പൊ ഞാനും ബസ് തന്നെയാ. ഇവിടെയല്ലേ പറഞ്ഞ? അതെ, ഇവിടെ തന്നെയാ പറഞ്ഞ. പക്ഷെ അയാൾ എവിടെ? എത്തിയല്ലോ. എന്താ ബൈ, നിങ്ങൾ അവിടെ പ്രതീക്ഷിച്ചല്ലോ. ഇന്നാ ഇതിൽ 8 കോടിയുണ്ട്. ബാക്കി പൈസ ഡയമണ്ട് കിട്ടിയതിന് ശേഷം. ഡയമണ്ട്സ് എപ്പോഴാ കയ്യിൽ കിട്ടുക? 2 ആഴ്ചയാവും. എന്തിനാ 2 ആഴ്ച? തൂത്തുക്കുടി SP കുറച്ച് കടുപ്പമാ. പിള്ളേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് പുതിയ പിള്ളേരെ ഇറക്കണം. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം ഇത്തവണ അമൗണ്ട് കുറച്ച് വലുതാ. അത് നിങ്ങൾക്കാ, എനിക്കല്ല. പേടിക്കാനൊന്നുമില്ല. പറഞ്ഞ സമയത്തിന് സാധനം നിങ്ങളുടെ കൈക്ക്. ശരി, ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ? ECRലേക്ക് വിട്ടോ. എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമറാ നിങ്ങൾക്ക്. എന്റെ അമ്മോ, കണ്ടോ കോമാരെ? മീറ്റിംഗ് എപ്പോഴാ? ഒരു 10 മിനിറ്റ് തുടങ്ങുന്നു തോന്നുന്നു. സാർ വിളിച്ചായിരുന്നോ? ഇത് ഓഫീസാ, താനെന്താ മറന്നുപോയോ? സാർ എന്താ കാര്യം? ജോലി സ്ഥലത്ത് പെമ്പിളടുത്ത് നിന്ന് 10 അടി മാറി നിൽക്കണം, എങ്കിലേ പണി മര്യാദയ്ക്ക് നടക്കുള്ളൂ. അതെ സാറേ, ഇപ്പോഴൊക്കെ പെമ്പിള്ളേർ ശരിയല്ല. അങ്ങനെ പണിയെന്ന് പറഞ്ഞത് തന്റെ പണിയെ. ഐ എം സോറി സാർ. യു ക്യാൻ ഗോ. താങ്ക് യു സാർ. ബിൽസ് റെഡി ചെയ്തു? ഇല്ല. എന്താ? 3 കോടിയുടെ പർച്ചേസിന് 8 കോടിക്ക് ബില്ല് ചോദിച്ചാൽ ആരാ തരിക? അത് മാത്രമല്ല, എല്ലാം ഇല്ലീഗൽ ഡയമണ്ട്സാ. ഇനിയിപ്പോ എന്തി? അറിയില്ല. ആ വിശ്വനാഥനാണെങ്കിൽ ഇപ്പൊ എന്റെ മേലിൽ ഭയങ്കര ഡൗട്ടിലുവാ. 1 വീക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് എല്ലാം നമ്മുടെ കയ്യിൽ വരുമല്ലോ, അപ്പൊ നോക്കാം. വരുന്നുണ്ട്. മോർണിംഗ് സർ. ഹലോ സർ. ഇരിക്കൂ. യാ. എന്താ സഞ്ജയ്? യെസ് സർ. അക്കൗണ്ട്സ് ഒക്കെ എപ്പോഴാ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്? എല്ലാ ബിൽസും റെഡി ആയിക്കൊണ്ടിരിക്കുക. തന്നേക്കാം സർ. എനിക്കിതെന്തോ ശരിയായിട്ട് തോന്നുന്നില്ല. സംതിങ് ഈസ് റോങ്. സർ, അങ്ങനെയൊന്നുമില്ല സർ. ഹലോ. ബോസ്, ഒക്കെ റെഡി ആയിട്ടുണ്ട് ബോസ്. ബോസ് വരുവാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ താങ്ക് യു. ബോസ് ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തും. കോൺഫറൻസ് ഹാളിലേക്ക് ചെന്ന് എല്ലാം പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം. ഓക്കെ സർ. ഷുവർ സർ. ചന്ദ്രു, എനിക്കെന്തോ സഞ്ജയിനോട് ഒരു ഡൗട്ട് തോന്നുന്നു. എനിക്കും ഡൗട്ടുണ്ട് സാർ. വലുതായിട്ട് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൂഫ് ഒന്ന് കിട്ടിക്കോട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സിറ്റ് ഡൗൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കമ്പനി ഇന്ത്യയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് ഡയമണ്ട് കമ്പനി. ഈ വർഷത്തോടെ 50 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ കമ്പനി. പക്ഷേ ഇത് മതിയാവില്ല. നമ്മൾ ഇന്ത്യയിൽ ജ്വൽ ബിസിനസ്സിൽ നമ്പർ 1 കമ്പനി ആവണം. അതിനൊക്കെ നിങ്ങളുടെ എഫേർട്സ് തീർച്ചയായിട്ടും ആവശ്യമാണ്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, മിസ്റ്റർ വിശ്വനാഥ് ഈ ആഴ്ചയോടെ റിലീവ് ആവുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മിസ്റ്റർ ചന്ദ്രു ആണ് വരുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ചന്ദ്രു ഈസ് എ വെരി സിൻസിയർ പേഴ്സൺ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രൊമോഷൻ കിട്ടിയത്. സഞ്ജയ് ഓഫ് കോഴ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ആയിട്ട് അദ്ദേഹം തന്നെ ഉണ്ടാകും. മിസ്റ്റർ വിശ്വനാഥൻ. താങ്ക് യു സർ.
ഐ തിങ്ക് എന്റെ ഡ്യൂട്ടി ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് മാത്രമാണ്. എനിക്ക് നിങ്ങൾ എങ്ങനെ കോപ്പറേറ്റ് ചെയ്തോ അതുപോലെ മിസ്റ്റർ ചന്ദ്രുവിനെ നിങ്ങൾ സഹായിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡാളിയ, ഞാൻ നിന്നെ ഒരുപാട് ദിവസമായിട്ട് ചോദിക്കുന്നു, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നൂടെ? ഞാൻ നിന്നെ പോലെ സമ്പാദിക്കില്ലേ? വീട്ടിൽ അനിയത്തിക്ക് കല്യാണം ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. കുറഞ്ഞത് 2 ലക്ഷമെങ്കിലും വേണോടാ. മച്ചു, എന്റെ പണി ഭയങ്കര കഷ്ടപ്പാടുള്ളതാ. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഞാൻ ചെയ്യാടാ. ഞാൻ സമ്പാദിക്കുന്നത് വീട്ടിലെ ചെലവിന് തന്നെ തികയുന്നില്ല. ഇപ്പം ചെയ്യുന്ന തൊഴിലിൽ വലിയ ലാഭമൊന്നുമില്ല. എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് അറിഞ്ഞാലേ വല്ലവരും കടമെങ്കിലും തരും. അളിയ, നിന്നെ കൊണ്ട് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. നീ ഒരുപാട് ദിവസം കൊണ്ട് ചോദിച്ചോണ്ടിരിക്കുക. ചേർത്ത് വിട്ടേക്കാം. ശരി, പക്ഷെ വിശ്വസ്തമായിരിക്കണം. തീർച്ചയായും അളിയ, ഞാൻ ആരെയും ചതിക്കില്ല. ഹലോ, ബായ്. ബായ് കാണണം. വെയിറ്റ് ചെയ്യ്. എനിക്കിട്ട് പണിയാൻ നോക്കുവാണ്. എടുത്ത് കടലിൽ കളയടാ. ബായ്, ആ, ആസിഫ് വന്നിട്ടുണ്ട്. വരാൻ പറ. അകത്തേക്ക് വാ. ബായ്. സലാം ബായ്. ബായ്, ഞാൻ ഫോണിൽ പറഞ്ഞായിരുന്നില്ലേ, എൻ്റെ കൂട്ടുകാരനാ. കുഞ്ഞുനാൾ തൊട്ട് തന്നെ എനിക്കറിയാവുന്നതാ. വീട്ടിലെന്തോ ഒരു പ്രശ്നം. 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്. പേരെന്താ പറഞ്ഞ? ഷഫീഖ് എന്ന ആ, ഷഫീഖ്. കുറച്ച് റിസ്ക്കുള്ള ജോലിയാ. സർക്കാരിനെ പറ്റിച്ചിട്ടുള്ള പണി തന്നെയാ. പക്ഷെ ശരിക്ക് ചെയ്താ നിനക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. പക്ഷെ ചതിച്ചു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ, കത്ത് ഞാൻ പള്ളേക്ക് കയറ്റും. പിന്നൊരു കാര്യം, പോലീസിലെങ്ങാനും പെട്ട ജീവൻ പോയാലും ആരെയും ഒറ്റിക്കൊടുക്കരുത്. എന്തേ? ചെല്ല്. ശരി. ആ ശരി. ഷഫീഖ്, വീണ്ടും പറയുക, ശരിക്ക് ചെയ്യുവാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ചെയ്യും. ശരി. ബായ്. പുതിയ ആളല്ലേ, വിശ്വസിക്കാവോ? ഇവനെ വിശ്വസിക്കാം, ഒരിക്കലും ചതിക്കില്ല. അല്ല, വലിയ എമൗണ്ട് അല്ലേ, അതാ. പോലീസിന് നമ്മുടെ പിള്ളേരുടെ അടുത്ത് ഇപ്പോൾ ഒരു കണ്ണാ. അതുകൊണ്ടാ ഇപ്പം നമുക്കൊരു പുതിയൊരാൾ ആവശ്യപ്പെടുന്നു. തുടക്കത്തിൽ എല്ലാവരെയും വിശ്വസിക്കുന്നത് തെറ്റ് തന്നെ. പക്ഷേ ആരെയും വിശ്വസിക്കാതിരിക്കുന്നതും അതിനേക്കാളും വലിയ തെറ്റാ, അല്ലേ? അളിയ, പേടിയായിരിക്കുന്നടാ. ഇതൊന്നും ശരിയാവില്ല. എടാ, ആദ്യമല്ല അങ്ങനെ തന്നെ ഉണ്ടോ, പിന്നെ എല്ലാം ശരിയായിക്കോളും. ചുമ്മാ പേടിക്കല്ലേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് നോക്ക്, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്റെ പ്രശ്നം എല്ലാം തന്നെ തീരും. ഇല്ലടാ, വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ഹലോ ഷെയർ, പറ. എന്തായി? ശരി, ഞാൻ വരാം. ഇല്ലളിയ, എൻ്റെ കുടുംബത്തിന് ശരിയാവില്ല. ഞാൻ വരട്ടെ. നീ ഇപ്പോൾ വല്ലാത്ത ടെൻഷനില്ല. ഞാൻ വൈകിട്ട് വിളിക്കാം, നീ പോ. മമ്മ, ഞാനും സയറ ഇഷ്ടത്തില. മാമനെ എങ്ങനെയെങ്കിലും. നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താ ഞാനെന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരിക? സ്ഥിരമായിട്ടൊരു ജോലിയും ഇല്ല. നിന്റെ അച്ഛന്റെ വക വല്ല സ്വത്തും ഉണ്ടോ? അതുമില്ല. പറയാൻ മാത്രം നിനക്ക് എന്തുവാ ഉള്ളത്? ഇന്ന് എന്റെ മോള് നിന്നെ ആഗ്രഹിക്കുന്നു വെച്ച് കെട്ടിവെച്ചാലേ നാളെ അവള് കഷ്ടപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അല്ല അമ്മാവ, ഞാൻ നോക്കിക്കോളാം. ആ, നീ നോക്കിക്കോളും. അവളെയും നീ നിന്റെ വീട്ടിൽ പാക്കറ്റ് ഒട്ടിക്കാനിരുത്തും. നിന്റെ വീട്ടിലും കെട്ടിക്കാൻ പ്രായത്തിൽ 2 പെൺകുട്ടികളില്ലേ?
ആദ്യം അവർക്ക് വല്ലതും ചെയ്യാൻ നോക്ക്. ചെയ്യാൻ പറ്റുമോ നിനക്ക്? എന്റെ മോള് നിന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ക്ഷമിക്കുന്നത്. ആദ്യം നീ നിന്റെ അനിയത്തിമാരെ കെട്ടിച്ചു വിടാൻ നോക്ക്, പിന്നെ നോക്കാം നമുക്ക്. ശരി അമ്മ. ആ ശരി, നിങ്ങള് പയ്യന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ഇപ്പൊ നമുക്ക് സാധിക്കില്ലെന്ന് പറ. പറഞ്ഞതുപോലെ ചെയ്യേ. ഈ കല്യാണം ഇപ്പൊ നടത്താൻ പറ്റില്ല. അവളുടെ വിധി പോലെയൊക്കെ നടക്കട്ടെ. ഈ ജന്മത്തിൽ ഇവൾക്ക് കല്യാണം നടക്കില്ല. ഇവള് കാരണം ദേ ഇവളുടെ കല്യാണവും നടക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. ആരുടെ കൂടെയെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിച്ചോ. അച്ഛൻ കല്യാണം നടത്തി തരോ, ഏട്ടൻ കല്യാണം നടത്തി തരുമെന്ന് വിചാരിച്ചാ ഈ ജന്മം നിങ്ങൾ കല്യാണം കഴിക്കില്ല. അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നേ? കണ്ടില്ലേ അവള് കരഞ്ഞോണ്ട് പോയത്? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, ഒന്നിനും പറ്റാത്ത ആണുങ്ങളുള്ളപ്പോ. ചേച്ചി എന്ത് പറ്റി? ഏട്ടാ ഒന്ന് ഇങ്ങോട്ട് വാ. ഇവൾ എന്താ ചെയ്യുന്നത് കണ്ടില്ലേ ഏട്ടാ? ഏയ്, മാറ്. ഒന്ന് നോക്ക്, ഒന്ന് നോക്ക് ഏട്ടാ. റസിയ, റസിയ. വാതില് തുറക്ക്. ചേച്ചി, ചേച്ചി, മോനെ എന്താ പറ്റിയത്? ചേച്ചി ഒന്ന് വാതില് തുറക്ക്. വാതില് തുറക്ക്. വാതില് തുറക്ക് ഏട്ടാ. ഒന്ന് വേഗം തുറക്ക്. ഏയ് റസിയ, എന്താ പറ്റി? അയ്യോ റസിയ, മോളെ, റസിയ. മോളെ. എഴുക്ക്. ചേച്ചി എന്ത് പറ്റി?